Hello friends, welcome back to Anna's Ruchikootu. This is a chicken recipe. Now, we will marination ready. Now, chicken piece cut now, we will masala podi. First, we will manjal podi. Garam masala podi. പിന്നെ ചെറുജീരക പൊടി വറുത്ത് പൊടിച്ചതാണ് ട്ടോ. പിന്നെ മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡർ എടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് ചതച്ചത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തൈര്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഓരോ പീസ് ഞാൻ ചൂടാക്കാൻ വേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്കൊരു മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. എല്ലാ സൈഡും നമ്മൾ മറിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് എല്ലാ പീസും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ പീസും നമ്മൾ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇനി ആ സെയിം പാൻ തന്നെ അതിൽ നമ്മൾ എടുക്കുന്നത് അടുത്ത പോമഗ്രാനേറ്റ് ജ്യൂസാണ്. അതായത് നമ്മുടെ മാതള നാരങ്ങ നമ്മൾ മിക്സിയിലിട്ട് അരിച്ചെടുത്താണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചിക്കനിൽ എന്തോരം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നോക്കി വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ സ്വല്പം കുരുമുളക് ചതച്ചത്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വോളിയം കുറയണം, ഇതൊന്ന് തിക്കായി കിട്ടണം. അപ്പം അതുവരെ നമുക്കിതൊന്ന് തീയിലിങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സംഭവം ഒന്ന് വറ്റിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പോമഗ്രാനേറ്റ് ജ്യൂസ് ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് അതിൻ്റെ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ പതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. 1 ടേബിൾ സ്പൂൺ ഹണി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ ഇട്ടെല്ലാം ശേഷം നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൂട്ടി വെക്കണം. അതിൻ്റെ മേലിലേക്ക് ബാക്കിയുള്ള സോസ് ഇങ്ങനെ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സോസിൽ കിടന്ന് വേണം ചിക്കൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവ് കുറവുണ്ടെങ്കിൽ അതെല്ലാം ആവാനും ഈ ജ്യൂസ് എല്ലാം ചിക്കനിലേക്ക് ശരിക്കും ഇറങ്ങാനൊക്കെ
ഇങ്ങനെ ഇട്ട് നമ്മൾ വേക്കണം. അപ്പോഴത്തേക്കും ഈ ഗ്രേവി, അതായത് ഈ ജ്യൂസ് ശരിക്കും ഒന്നും കൂടെ വറ്റി ഡ്രൈ ആവണം. അതുവരെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പം തന്നെ കണ്ടിട്ട് കൊതി വരണ്ട. നല്ലൊരു വെറൈറ്റി കളറാണ്. ശരിക്കും നല്ല റെഡിഷ് കളറിൽ, ഡാർക്ക് കളറിലാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ കൊതി വരാം. അത്രയും മനോഹരമായിട്ടുണ്ട്. വേണ്ട, നമ്മുടെ ഗ്രേവി എല്ലാം, ആ ജ്യൂസ് എല്ലാം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ മേലെ ഇങ്ങനെ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നമുക്ക് ആ ചിക്കൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിനി തീ കുറക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില, പാഴ്സ്ലി ലീവ്സ്, ഏതാ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉള്ള അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് നമ്മുടെ മധുര നാരങ്ങയുടെ ആ സീഡ്സ് ഒന്ന് ജസ്റ്റ് മേലൊന്ന് വെതറി കൊടുക്കാം, ഒരു ഡെക്കറേഷനായിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോമോഗ്രാനൈറ്റ് ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോമോഗ്രാനൈറ്റ് ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ കിട്ടിലൻ റെസിപ്പി ഉണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനാണ്, കൊതിയാണ് കഴിക്കാൻ. നമുക്കിത് ചപ്പാത്തി, നാൻ, ഫ്രൈഡ് റൈസ്, ഗീ റൈസിലൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാത്തിന്റെയും കൂടെ പോകുന്നതാണ്. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. കൗതുകമായിരിക്കും ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ തന്നെ. ഈ റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഞാൻ കണ്ടില്ല ആരും ചെയ്തതായിട്ട്. അപ്പൊ എനിക്ക് ചെയ്തിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് എന്തായാലും ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് നല്ലൊരു രുചിക്കൂട്ടായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.